പവിഴം എന്നർത്ഥമുള്ള പദം ഏത്? ഉത്തരം പ്രവാളം. പാണീപാദം എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നത് എങ്ങനെ? ഉത്തരം പാണിയും പാദവും. പൂജക ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്ത പദം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം അധ്യാപകർ. വണ്ട് എന്നർത്ഥം വരുന്ന പദങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? അളി, ഭ്രമരം, മധുപം, ഭൃംഗം. ഇതെല്ലാം ശരി ഉത്തരമാണ്. ഏട്ടിലെ പശു എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? ഉത്തരം പ്രയോജനമില്ലാത്ത വസ്തു. ഒറ്റപ്പദം എഴുതുക. അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ. ജിജ്ഞാസു. മാവ് എന്ന പദത്തിന്റെ പര്യായപദമല്ലാത്തതേത്? ഉത്തരം വരകം. ശരിയായ പദം കണ്ടെത്തുക. ഉത്തരം കവയിത്രി. വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം എഴുതുക. ഉത്തരം വിദുഷി. അശ്വത്ഥം എന്ന പദത്തിന് സമാനാർത്ഥമായി വരുന്ന പദമേത്? ഉത്തരം അരയാൽ. ഒറ്റപ്പദം എഴുതുക. അറിയാനുള്ള ആഗ്രഹം. ഉത്തരം ജിജ്ഞാസ. പക്ഷിക്കൂട് എന്ന പദത്തിന്റെ പര്യായം ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. ഉത്തരം നീടം. അമരം എന്ന പദത്തിന്റെ വിപരീത പദം ഏത്? ഉത്തരം അണിയം. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ നിന്ന് പഴഞ്ചൊല്ല് കണ്ടെത്തുക. ഉത്തരം അധികമായാൽ അമൃതും വിഷം. പെങ്ങൾ എന്ന വാക്ക് ഏത് വചനമാണെന്ന് കണ്ടെത്തുക. ഉത്തരം ഏകവചനം. കാലദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണം എന്ന സൂചന നൽകുന്ന പഴഞ്ചൊല്ലേത്? ഉത്തരം നാടോടുമ്പോൾ നടുവേ ഓടണം. എവ്രി പോട്ടർ പ്രൈസസ് ഹിസ് ഓൺ പോട്ട്. ശരിയായ പരിഭാഷ ഏത്? കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. ചുവടെ തന്നിരിക്കുന്നവയിൽ വിഹകം എന്നർത്ഥം വരുന്ന പദമേത്? ഉത്തരം പക്ഷി. ചിലർ എന്ന പദം ഏത് വചനമാണ്? ഉത്തരം അലിംഗ ബഹുവചനം. മാൻ എന്ന വാക്കിന്റെ പര്യായം ഏത്? ഉത്തരം ഏണം. ശരിയായ വാക്യം ഏത്? ഉത്തരം നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി. കലാധരൻ എന്നതിന് സമാന പദം അല്ലാത്തത് ഏത്? ഉത്തരം രവി. മലയാളത്തോടൊപ്പം മറ്റേത് ഭാഷ കൂടി ചേർന്നാണ് മണിപ്രവാളം രൂപപ്പെട്ടിട്ടുള്ളത്? ഉത്തരം സംസ്കൃതം. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2020 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച മലയാളത്തിലെ കഥാസമാഹാരം വാഴ്ത്തപ്പെട്ട പൂച്ച. ചുവടെ നൽകിയിരിക്കുന്നവയിൽ നപുംസകലിംഗത്തെ സൂചിപ്പിക്കുന്നത് ഏത്? ഉത്തരം മേശ. 6 മലയാളിക്ക് 100 മലയാളം. അര മലയാളിക്കും ഒരു മലയാളം. ഒരു മലയാളിക്കും മലയാളമില്ല. കുറിക്കൊള്ളുന്ന ഈ വരികൾ ആരുടേതാണ്? ഉത്തരം കുഞ്ഞുണ്ണി. പിഞ്ഞാണവർണ്ണം ശരിയായി വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെ? ഉത്തരം പിഞ്ഞാണത്തിന്റെ വർണ്ണം. പുട്ട് ഔട്ട് എന്ന ശൈലിയുടെ അർത്ഥം? ഉത്തരം അണയ്ക്കുക. അനപത്യൻ എന്ന പദത്തിന്റെ അർത്ഥം? ഉത്തരം സന്തതിയില്ലാത്തവൻ. കേരള പാണിനി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്? AR രാജരാജവർമ്മ. ആദേശസന്ധിക്ക് ഉദാഹരണം? ബിണ്ടലം. തദ്ധിതത്തിന് ഉദാഹരണം? ഉത്തരം ബെൺമ. വിപരീത പദം എഴുതുക. അഗ്രജൻ. ഉത്തരം അവരജൻ. ജലത്തിന്റെ പര്യായ പദമല്ലാത്തത്? ഉത്തരം നളിനം. ആനച്ചന്തം എന്ന ശൈലിയുടെ ആശയം? ഉത്തരം ആകപ്പാടെ ഉള്ള ഭംഗി. താഴെ തന്നിരിക്കുന്ന ശൈലിയുടെ വിവർത്തനം എഴുതുക. ആഡിങ് ഫ്യൂവൽ ടു ദ ഫയർ. ഉത്തരം എരുതിയിൽ എണ്ണ ഒഴിക്കുക. വേദത്തെ സംബന്ധിച്ചത്? ശരിയായ ഒറ്റപ്പദമേത്? വൈദികം. ക്ഷണികം എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ്? ഉത്തരം ശാശ്വതം. താഴെ പറയുന്നവയിൽ നിലാവ് എന്ന പദത്തിന്റെ ശരിയായ പര്യായ പദങ്ങൾ ഏവ? ഉത്തരം ചന്ദ്രിക, കൗമുദി. അമ്പലം വിഴുങ്ങുക എന്ന ശൈലിയുടെ അർത്ഥം താഴെ തന്നിരിക്കുന്ന ഉത്തരങ്ങളിൽ നിന്നും കണ്ടെത്തുക. ഉത്തരം മുഴുവൻ കൊള്ളയടിക്കുക. താഴെ തന്നിരിക്കുന്നവയിൽ ആമയുടെ പര്യായമായി വരുന്ന പദമേത്? ഉത്തരം കച്ചപം. നാഴികയുടെ 60 പങ്ക്.
വിനാഴിക. ശരിയായ പര്യായപദം കണ്ടെത്തുക. പ്രമാദം. ഉത്തരം വർദ്ധിച്ച ഭയം, ഓർമ്മക്കേട്, ശ്രദ്ധയില്ലായ്മ. വിപരീത പദം ഏത്? അധ്യാത്മം. ഉത്തരം ഭൗതികം. നേരെ വാ നേരെ പോ എന്നർത്ഥമാക്കുന്നത്. ഉത്തരം സത്യസന്ധമായി പെരുമാറുക. പറയാൻ ആഗ്രഹിക്കുന്നത് എന്നർത്ഥം വരുന്ന പദം ഏത്? ഉത്തരം വിവക്ഷ. തിക്തം എന്ന പദത്തിന്റെ വിപരീത പദം ഏത്? ഉത്തരം മധുരം. ആപ്പിൾ ഓഫ് ദ ഐ എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ വിവർത്തനം ഏതാണ്? ഉത്തരം കണ്ണിലുണ്ണി. ചെമ്പു തെളിയുക എന്ന പ്രയോഗത്തിന്റെ അർത്ഥമെന്ത്? ഉത്തരം സത്യം പുറത്താകുക. ഓഫ് ആൻഡ് ഓൺ ഈ ശൈലിയുടെ അർത്ഥം എന്ത്? ഉത്തരം വല്ലപ്പോഴും.